പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്കന്ന് മാർക്കറ്റിൽ നിന്ന് വരാൽ കിട്ടിയെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പം വരാൽ അവർ സാഫ് ചെയ്ത് നല്ലതായിട്ട് തൊലിയൊക്കെ ഉരിഞ്ഞിട്ട് അവർ കണ്ടിച്ച് തന്നെ ഇങ്ങനെ തന്നായിരുന്നു. നമ്മളിവിടെ കൊണ്ടുവന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തതേ ഉള്ളൂ. അപ്പോൾ തലയൊക്കെ വേറെയും കഷ്ണം കുറേ ഉണ്ട്. നമ്മൾ രണ്ടുപേരല്ലേ ഇവിടെ കൂട്ടുന്നുള്ളൂ, ഞാനും മോളും മാത്രമേ കൂട്ടുള്ളൂ. അപ്പം നമുക്ക് കുറേ ദിവസത്തേക്കുണ്ട്. അത് ആദ്യം ഞാൻ ഇട്ടപ്പം കുറച്ച് പേരെന്നോട് ചോദിച്ചായിരുന്നു ഒരു വരാലിൻ്റെ വില എത്ര ആയിരുന്നു എന്നൊക്കെ. അപ്പം ഞങ്ങൾ ആ ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ. എല്ലാം ഒരേ അളവിലായിരുന്നു ഇരുന്നത്. 250 രൂപയായിരുന്നു. എത്ര കിലോ ഉണ്ടെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. അതിന് 250 രൂപയായിരുന്നു. അപ്പം അതെല്ലാം ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കരിയാപ്പില എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. കടുക് ഉലുവായും ഇട്ടിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറി കഴിയുമ്പം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിന് പുളിയും കൂടെ തോട്ടുപുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക്, വരാലൊക്കെ ആകുമ്പോൾ നമുക്ക് കുരുമുളക് ഏറെ ഇട്ടണമല്ലോ, അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം തല എല്ലാം ഇട്ടിട്ടുണ്ട്. 2 പീസും കൂടി ഇട്ടിട്ടുണ്ട്. ബാക്കി ഞാൻ എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ മുളക് ചാറാണ് ഉണ്ടാക്കിയത്. അപ്പം 3-4 പീസ് എടുത്ത് വറക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തിളച്ച് കുറുകി പറ്റി വന്നപ്പോഴത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ചുകൂടി കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് തീ ഓഫ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ കപ്പ വേവിച്ചതോ ചക്ക വേവിച്ചതോ ഒക്കെ നല്ലതായിരുന്നു. പക്ഷേ ഇവിടെ ചക്ക പോസിബിൾ അല്ല, പച്ച ചക്കയൊന്നും കിട്ടാറില്ല. പിന്നെ കപ്പയ്ക്ക് പോയപ്പം മലയാളി കടയിൽ പോയി കപ്പ ചോദിച്ചപ്പം പറഞ്ഞ് വന്നില്ലെന്ന് പറഞ്ഞു. അവിടെ അങ്ങനെ ആഴ്ചയിൽ കണ്ടോ ഒരു ദിവസമേ കപ്പയുടെ വണ്ടി വരാറുള്ളൂ. അതുകൊണ്ട് കപ്പയും കിട്ടിയില്ലായിരുന്നു. അപ്പം അവിയലും കൊണ്ടാണ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പം വരാല് കറി ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, കണ്ണിമാങ്ങ അച്ചാർ, വരാൽ വറുത്തത്, ഇത്രയും കൂട്ടി നല്ല ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു കേട്ടോ. വരാൽ നമ്മുടെ നാട്ടിലെ വരാലിൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു.